ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും താരൂസ് വേൾഡിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ എനിക്ക് കുറച്ച് നെഗറ്റീവ് കമൻസ് വന്നിരുന്നു. നെഗറ്റീവ് കമൻസ് എന്താണെന്ന് ചോദിച്ചാൽ അത് മുഖമില്ലാത്ത ഒരു ഐ ഡി എന്നാണ് ആ കമൻറ്റ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ കമൻറ്റ് ഇടുന്ന വ്യക്തി വിചാരിക്കുന്നത് എന്ത് വേണമെങ്കിലും അങ്ങ് എഴുതി ഇടാം, എന്നെ അറിയത്തില്ലല്ലോ എന്നാണ്. ഞാനപ്പോൾ ആ ഒരു പ്രൊഫൈൽ കയറി നോക്കി, ഫേസ് ഇല്ല, വീഡിയോസ് ഇട്ടിട്ടില്ല. പക്ഷേ ഈ കമൻറ്റ് ഇട്ടത് ആണാണോ പെണ്ണാണോ, ഇതാര് എവിടുന്ന് വന്നു എന്ന് വളരെ കൃത്യമായിട്ട് എനിക്കറിയാം. ഓക്കെ, അപ്പം എൻ്റെ ചാനലിൽ വന്നിട്ട് ഇങ്ങനെ വായും തുറന്നിരുന്നിട്ട് വന്ന് ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുമ്പോൾ എന്തിനാണ് വലിഞ്ഞു പിടിച്ച് ഞാൻ വിളിച്ചോ? എൻ്റെ ചാനലിൽ വന്നിരുന്ന് എൻ്റെ വീഡിയോസ് കാണാൻ ഞാൻ വിളിച്ചോ? പിന്നെ എൻ്റെ ഈ കാർഡിനെ കളിയാക്കാൻ ഇതാര് കളിയാക്കും, ഇത് എവിടെ നിന്നുള്ള അറ്റാക്കാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവും. ഈ വഴി പോകുന്നവർക്കൊന്നും എൻ്റെ ക്വാളിഫിക്കേഷനോ ഞാൻ എന്തൊക്കെ ചെയ്യുന്നെന്ന് അറിയിക്കേണ്ട ആവശ്യം എനിക്ക് തൽക്കാലം ഇല്ല. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം, ഇവിടെ യൂട്യൂബ് ഭരിക്കുന്ന ഒരു അമ്മായിയുണ്ട്. അമ്മായി ആളുകൾ മുള്ളിത്താത്ത എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഈ മുന്നേ തെറിത്താത്ത എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരിക്കലും അവരുടെ പേര് ഇതിനകത്ത് പറയത്തില്ല കേട്ടോ. എൻ്റെ പൊന്നോ, പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രൈക്ക് ഒന്നും കളയത്തില്ലേ അമ്മായി. അതുകൊണ്ട് നമ്മുടെ മുള്ളിത്താത്ത, അപ്പം അതാണ് സുഖം പറയാം. മുള്ളിത്താത്ത ഇവിടെ ഒരു പ്രഖ്യാപനം നടത്തി. എന്തെന്ന് വെച്ചാൽ ഓസ്ട്രേലിയ അങ്ങനെയുള്ള പുറം രാജ്യങ്ങളിലേക്ക്, ഇസ്രയേൽ അങ്ങനെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് നേഴ്സിങ്ങിന് പോകുന്ന ലേഡീസ്, ആ ലേഡീസ് ചെയ്യുന്നത്, അതായത് ഞാൻ പറയണില്ലല്ലോ, അങ്ങനെയുള്ള പരിപാടികൾ ചെയ്താണ് പൈസ ഉണ്ടാക്കുന്നത്. ഞങ്ങളൊക്കെ നേഴ്സുമാരെ കാണുന്നത് ദൈവത്തെ പോലെ, മാലാഖ കുട്ടികൾ എന്നാണ് നേഴ്സുമാരെ പറയുന്നത്. ഡോക്ടേഴ്സിനെ ദൈവത്തെ പോലെയാണ് കരുതുന്നത്. അപ്പം അങ്ങനെയുള്ള നേഴ്സുമാർ ഞങ്ങളുടെ കുടുംബത്തിലുമുണ്ട് നേഴ്സുമാർ. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മേഖല തന്നെയാണ്. ഇപ്പം വെളിയിൽ രാജ്യത്തോട്ട് പോകുന്നവർക്ക് 5-6 ലക്ഷം രൂപ വരെ മേടിക്കുന്ന നേഴ്സുമാരുണ്ട്. അപ്പോൾ അവരതനുസരിച്ചുള്ള ആർഭാട ജീവിതം കാണിക്കും. അതുകൊണ്ടിട്ട് നിങ്ങൾ കണ്ണു കടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എന്നിട്ട് നിങ്ങൾ പറയുന്നത് അവർ അല്ലാത്ത രീതിയിൽ പൈസ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ജീവിതം നയിക്കുന്നത്. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നിങ്ങളുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ റോങ് ആണ്, വളരെ 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 റോങ് ആണ്. എത്രയോ കഷ്ടപ്പെട്ട് എത്രയോ കടം മേടിച്ചിട്ടാണ് രക്ഷകർത്താക്കൾ ഈ മക്കളെ പഠിപ്പിച്ചു വിടുന്നത്. ആ കടം വീടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത് തന്നെ. അവർക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല. ഇസ്രായേലിലൊക്കെ പോയി നിൽക്കുന്ന അവരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അവിടെ ഒരു പ്രശ്നം വരുമ്പോൾ അവർക്ക് പുറത്തിറങ്ങാക്കൊത്തില്ല, പേടിച്ചിട്ട് ജീവൻ മരണ പോരാട്ടമാണ് അവരുടെ. അവരെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടല്ല, ദൈവം നിങ്ങളോട് പൊറുക്കത്തില്ല. മനസ്സിലായോ? ഇത്രയും റോങ് സ്റ്റേറ്റ്മെൻറ്റ്. അത് ഇതിനേക്കാൾ രസം എന്താണെന്നറിയാവോ? ഇവരെ കൂടെ സ്നേഹിച്ചിരിക്കുന്ന സമയത്തിന് ഇവരൊന്നും പറയത്തില്ല. നമ്മളെക്കുറിച്ച് കളക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മൊത്തം കളക്ട് ചെയ്യും. എന്നിട്ട് എന്നിവരെ എടുത്ത് പിണങ്ങുന്നു. പിന്നെ അന്ന് മുതൽ നമ്മൾ പോയി. പിന്നെ അവർ ബസ് സ്റ്റാൻഡ് ഡാഷ് ഇങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മളെ വിളിക്കുന്നത്. ബസ് സ്റ്റാൻഡ് ഇതാണ് അവർ വിളിക്കുന്നത്. അപ്പം ഇത് പറയാൻ കാര്യം, നമ്മുടെ ഓസ് മലയാളി ഈ ഇടയ്ക്ക് 1 മാസം വരെ അവർ ഭയങ്കര സ്നേഹവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അവരുടെ പൈസ കടം മേടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളും ചക്കരയും ഈച്ചയും പോലായിരുന്നു. പക്ഷെ ഇപ്പം വന്നിട്ട് ഓസ് ഇവരുമായിട്ട് പിണങ്ങി. അന്ന് മുതൽ ഓസ് കൊള്ളത്തില്ല, നേഴ്സുമാർ കൊള്ളത്തില്ല. ഇതാണ് ഇവരുടെ പോളിസി. ഇവരെ കൂടെ നിന്ന് കഴിഞ്ഞ്, ഇവരുടെ കള്ളത്തരത്തിന് കൂടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും നല്ല സ്വഭാവമാണ്. തെറ്റിയോ പിന്നെ ഇവർ ഇതേ പറയത്തുള്ളൂ. ബസ് സ്റ്റാൻഡ് ഒന്നും പറഞ്ഞൂടാ കേട്ടാ, ഒന്നും പറയക്കൂടാത്. സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നന്മമരമാണ്, സ്ത്രീകൾക്ക് വേണ്ടി. പക്ഷെ കയ്യിരിപ്പാണ് ഇമ്മാതിരി പരിപാടികൾ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവർക്ക് വേണ്ടി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ തലവൻ ആരാന്ന് വെച്ചാൽ ഒരു അമ്മച്ചിയുണ്ട്. ഗ്രൂപ്പ് ഒരു വെള്ളിയാഴ്ച അറിഞ്ഞുകൂടാത്ത ഒരു അമ്മച്ചി. ഞാൻ പറയണില്ല അമ്മച്ചിയുടെ കാര്യം. അമ്മച്ചിക്ക് അല്പമെങ്കിലും ബോധം ഉണ്ടെങ്കിൽ ഇവരെ കൂടെ നിൽക്കത്തില്ല ഈ അമ്മച്ചിയും കൂട്ടുപിടിച്ചിട്ടാണ് ഈ വൃത്തികേടുകൾ മൊത്തം വന്നിരുന്ന് പറയുന്നത്. അതിന് കൈയടിക്കാൻ അമ്മച്ചി നിങ്ങളെ ഞാൻ നമിച്ചു കേട്ടോ. അമ്മച്ചിക്ക് മനസ്സിലായി കാണും ഞാൻ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന്. ഓക്കെ, അപ്പം ഇവരുടെ പരിപാടി എന്ന് വെച്ചാൽ ഇവരെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്ത ഉടനെ അവർ പറ്റത്തോടെ വരും. എന്തിനാ വരുന്നത്? നമ്മുടെ വീഡിയോയുടെ താഴെ കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട് ഓടി വരും പറ്റത്തോടെ. ഞാൻ ഈ കമൻ്റ് ഇടുന്ന കമൻറ്റോളികളോട് പറയുക,
നിങ്ങൾ ഇപ്പം അവരോട് സ്നേഹിച്ചൊക്കെ നിൽക്കും, അവർ കുറേ നിങ്ങളെ താലോലിക്കും. ഓക്കെ, നിങ്ങളൊന്ന് പിണങ്ങി നോക്ക്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പൈസയൊക്കെ കൊടുത്തു ഹാപ്പിയാക്കി വെച്ചേക്കുമല്ലേ, നിങ്ങളൊന്ന് പൈസ തിരിച്ച് ചോദിക്കുക, എന്തെങ്കിലും ചെയ്ത് നോക്കുക. അപ്പോൾ അറിയാം ഇവരുടെ തനി നിറം. ഇപ്പം നമ്മളെ പറയുന്നതിൻ്റെ ഇരട്ടിക്കിരട്ടിക്കായിരിക്കും നിങ്ങളെ പറയുന്നത്. അതിപ്പോൾ ഉദാഹരണങ്ങളിപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഒന്നും വേണ്ട, നമ്മുടെ ആദൂസിൻ്റെ വീട്ടിൽ പോയി നിന്ന് അവിടെ നിന്ന് അവരുടെ വീട്ടിൽ ചെന്ന് നിന്നിട്ട് ഇവരുടെ മകൻ, അത് പണ്ട് ഫിജോ ചേച്ചി പറയുമ്പോൾ നമ്മളിങ്ങനെ അത്ഭുതത്തോടെ കേൾക്കുമായിരുന്നു, ദൈവമേ ആ കൊച്ചുകാർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമോ. അപ്പം ഫിജോ ചേച്ചി പറയുന്ന കൊച്ചുങ്ങളെ ഇങ്ങനെ നുള്ളി പിച്ചി ഒരുപാട് ഉപദ്രവിക്കുമെന്നൊക്കെ. അപ്പം നമ്മളിങ്ങനെ അതിശയിച്ചു, ഈ ചെറുക്കൻ ഇങ്ങനെ ചെയ്യുമോ. ഇപ്പം എന്താ അദൂസ് വന്നും പറയുന്നു, എൻ്റെ കൊച്ചിൻ്റെ കൈ പിടിച്ച് തിരിച്ചു, കൊച്ചിനെ ഒരുപാട് ഉപദ്രവിച്ചു എന്നപ്പം. അപ്പം എന്താ പറയുന്നത്, ഒരു വീട്ടിൽ ചെന്ന് നിൽക്കുക, അവരുടെ ചിലവിൽ നാണോ മാനോ ഇല്ല കഴിയുക, എന്നിട്ട് പോയി കഴിയുമ്പോൾ അവരെ പിന്നെ പോയി അവിടുന്ന് ആ കാര്യം കണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവർ കൊള്ളത്തില്ല. ഈ ചെന്ന് നിൽക്കുമ്പോൾ എങ്ങനെയാണെന്നറിയോ, ചെന്ന് നിൽക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് പുരയിടം ഉണ്ട്, അത് കൊടുക്കണം, അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എന്നും പറഞ്ഞിട്ടാണ് ആളുകളെ നിന്ന് പൈസ ചോദിക്കുന്നത്. ഇപ്പം ചെന്ന് നിൽക്കുന്ന വീട്ടിലുള്ളവർ പൈസ കൊടുത്തില്ലെങ്കിൽ പിന്നെ നേരെ വീട്ടിൽ ചെന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്തോ അവർക്കെതിരെ വീഡിയോ ഇടാം. ഇവർ ഓരോരോ വിഷയങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്കതെന്തോന്ന് കണ്ടന്റ് ആക്കുക, ആളുകളിലേക്ക് എത്തിക്കുക, അതിനെ പൈസയാക്കി മാറ്റുകയാണ് ഇവരുടെ പ്രധാന ഹോബി. പിന്നെ ഇവർ മെയിനായിട്ട് ചെയ്യുന്നത് റിയാക്ഷൻ വീഡിയോസാണ്. പണ്ടൊക്കെ റിയാക്ഷൻ വീഡിയോയ്ക്ക് ഒരു എത്തിക്സ് ഉണ്ടായിരുന്നു. ഈ ഒരു സ്ത്രീ ആ ഒരു രംഗത്തേക്ക് വന്നു, അതോടെ തീർന്നു. വേണ്ട അനാവശ്യങ്ങൾ മൊത്തവും എടുത്ത് ഓരോ വ്യക്തികളെ എടുത്തിട്ട് ഇപ്പം അത്യാവശ്യം ഇവരുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം വൈറലായിട്ട് നിൽക്കുന്ന വ്യക്തികളെ സെലക്ട് ചെയ്ത് എടുത്തിട്ട് അവരെ ഇങ്ങ് അറ്റാക്ക് ചെയ്യുകയാണ് ഇവരുടെ പരിപാടി. നമ്മളെല്ലാം ലൈവ് കണ്ടിട്ടുള്ളതാണ് ജാസ്മിൻ ജാഫ്ര കേസ്, അസ്ലാം അലി, അങ്ങനെയൊക്കെയുള്ള ആ പിള്ളേരൊക്കെ അവരൊക്കെ പേടിച്ച് പോകത്തില്ല, കൊച്ചു പിള്ളേരല്ലേ, അവരെക്കുറിച്ച് അങ്ങ് അനാവശ്യ അപവാദങ്ങൾ പറയുക. എൻ്റെ ദൈവം, ഒരു രക്ഷയില്ല. അവർ ഞെട്ടിപ്പോവും. അവർ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഇവർ പറഞ്ഞുണ്ടാക്കുന്നത്. എന്നിട്ട് പറഞ്ഞു കേട്ടില്ലേ, എന്നിട്ട് ഇവർ പറഞ്ഞതാ ജാസ്മിൻ ജാഫർ ഇവരെ മോനെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞിട്ട് പിന്നെ ഇതേപോലെ ഒരു പ്രപ്പോസൽ വെച്ച് നിൽക്കും. ചുമ്മാ പൊട്ടത്തരം, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇല്ലാ കഥകൾ മെനഞ്ഞെടുക്കുന്ന റാണിയാണ്, അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഇല്ലാ കഥ മെനഞ്ഞെടുക്കുന്ന റാണി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു പ്ലസ് പോയിന്റ് കൂടെ ഉണ്ടല്ലോ, കഴുത്തിന് ചുറ്റും ഒരു നാക്ക്, കഴുത്തിന് ചുറ്റുമുള്ള നാക്കങ്ങ് ദൈവം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആരെ എന്തും ഏത് സമയത്തും വിളിച്ച് പറയും. സ്വന്തം മക്കളെ, അതാണ് ഏറ്റവും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാര്യം. സ്വന്തം മക്കളെ അടുത്തിരുത്തിയിട്ടാണ് ഈ സ്ത്രീ ഈ അനാവശ്യങ്ങൾ മൊത്തം വിളിച്ചു പോകുന്നത്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവില്ല ആ ഒരു സ്റ്റാൻഡേർഡ്. ഇവരും പിന്നെ ഈ ദുബായിൽ പോയി കുറേ കാലം നിന്നതാണ്. നമ്മൾ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ നിങ്ങൾ എന്തിനാണ് പോയത്, അവിടെ എന്ത് പണിക്കാണ് പോയത്, നമ്മൾ ചോദിക്കുന്നുണ്ടോ? പിന്നെ എന്തിനാണ് ഇവർ ഈ ഓരോരുത്തരെ എടുത്തിട്ട് മറ്റേ പരിപാടിക്കാണ് പോയത് എന്നൊക്കെ പറയേണ്ട ആവശ്യം എന്തുവാ? അപ്പം അവരുടെ ക്വാളിറ്റി. പിന്നെ അതും കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ ഒരു അറ്റാക്കിങ് രീതി എന്താണെന്ന് വെച്ചാൽ വീട്ടിലിരിക്കുന്നവരെ പറയും. ഇപ്പം ചിലർക്ക് ഇപ്പം കഴിഞ്ഞ ദിവസം രേവതി എന്നെ പറയുകയുണ്ടായി, റിവ്യൂ ചെയ്യുന്ന രേവതിയുടെ കൂടെ ഇതേപോലെ ഒരു പയ്യൻ 2022 ഭയങ്കര ക്ലോസ് ആയിരുന്നേ. അപ്പം വന്നിട്ട് ചേച്ചി എങ്ങനെ വീഡിയോ ചെയ്യുന്നത്, ഏത് ആപ്പിലൂടെയാണ് ചെയ്യണത് എന്നൊക്കെ കുറേ സംശയങ്ങൾ വെച്ചിട്ട് രേവതി എന്തോ പാവമല്ലേ എല്ലാം പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്ക് എന്നിട്ട് പറഞ്ഞു, എടാ നീ ചെയ്തോട്ടെ എന്ന് ചോദിച്ചെന്ന്. അപ്പോൾ നീ ചെയ്തോ, ധൈര്യമായിട്ട് ചെയ്തോ, ഞാൻ സപ്പോർട്ട് ചെയ്യാമെന്ന്. എല്ലാ സപ്പോർട്ടും കൊടുത്ത് അവൻ വീഡിയോയും ചെയ്ത് തുടങ്ങി. അങ്ങനെ ചെയ്ത് ലാസ്റ്റ് വേറൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പം ബിഗ് ബോസിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് പിന്നീട് ഇവൻ പറയുക, വോയിസ് ഇടുക, എന്തുവാ ഇവൻ്റെ വീഡിയോ കണ്ട് അനുകരിച്ചാണ് രേവതി വീഡിയോ ചെയ്യുന്നത്. എല്ലാം ഇവൻ്റെ ഈച്ചക്കോപ്പിയാണ് രേവതി ഇട്ടുകൊണ്ടിരിക്കുന്നതെന്ന്. ആ വോയിസിനെ എടുത്ത് ആരാണ്ട കൊണ്ടുവന്ന് രേവതിയുടെ കൊടുത്ത്, രേവതി അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിക്കുക. ദൈവമേ, എല്ലാം പറഞ്ഞു കൊടുത്ത് എല്ലാ സപ്പോർട്ടും കൊടുത്ത് നീ വീഡിയോ ചെയ്തോന്നും പറഞ്ഞ് വിട്ട ആ രേവതിക്കിട്ട് തന്നെ എന്താണ്, ആ രേവതിക്കിട്ട് തന്നെ അതോടെ രേവതി നിർത്തി. അപ്പം ഈ പയ്യനും ഇതുപോലെ എല്ലാം ഹെൽപ്പ് ചെയ്ത വ്യക്തി എടുത്ത് നന്ദികേടാണ് കാണിച്ചിരിക്കുന്നത്. നന്ദികേട് കാണിക്കുക മാത്രമല്ല,
രേവതിയുടെ അച്ഛനും അമ്മയ്ക്കും വരെ പറഞ്ഞു. അത് പറഞ്ഞു എന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റൽ കേസ്, അതാണ് ആലോചിക്കേണ്ടത്. രേവതിക്ക് അച്ഛൻ എന്തോ ഹോസ്പിറ്റൽ ആയപ്പോഴത്തേക്ക് വീഡിയോസ് ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അപ് ടു ഡേറ്റ് ബിഗ് ബോസ് സമയത്ത് അവർ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് വീഡിയോ ഇടുന്നത്. അപ്പം ഇവർ ഹോസ്പിറ്റലായിപ്പോയി, അപ്പം ഇടാൻ പറ്റാത്തൊരവസ്ഥ. എന്നിട്ട് പോലും അവിടെ ഇരുന്ന് പോലും നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നു, വീഡിയോസൊക്കെ ഇട്ടു. അപ്പോഴും അവനവിടെ സന്തോഷിക്കുക. മനസ്സിലായില്ലേ? അതൊക്കെയാണ് ഓരോരുത്തരുടെ മൈൻഡ്. അതേപോലുള്ള ഒരു വികൃതമായ ഒരു മൈൻഡാണ് ഈ മുള്ളിത്താത്തയ്ക്ക്. ഇന്ന് ആർക്കും പല സംശയങ്ങളും ചോദിക്കാൻ പറഞ്ഞു കൊടുക്കാത്തതെന്ന് വെച്ചാൽ നാളെ ഇതേ അവസ്ഥയാണ് ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? അപ്പം അതാണ്. അപ്പം എന്താണ് പറയുന്നത്, യൂട്യൂബിൽ സത്യം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വലിയൊരു പോയിന്റ് ഉണ്ട്. യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ വലിയ ഫ്രണ്ട്ഷിപ്പ് ആവാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. എന്ന് വെച്ചാൽ അത് പിന്നീട് അതൊരു അടിയിലേക്കാണ് പോകുന്നത്. എന്ന് വെച്ചാൽ നല്ലവരില്ല എന്നല്ല പറയുന്നത്, സൂക്ഷിച്ചും കണ്ടും ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുക യൂട്യൂബിൽ. അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് ജിനൂസിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായ വിഷയം നമുക്കറിയാം. അവിടെ വീട് തേടിച്ചെന്ന് ജിനൂസുമായിട്ട് അടികൂടിയതും പ്രശ്നങ്ങളെല്ലാം നമ്മൾ ലൈവ് കണ്ടത്. അപ്പം യൂട്യൂബേഴ്സിൻ്റെ ഇടയിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് വലിയ വിഷയങ്ങളിലൊക്കെ നാളെ കൊണ്ടുചെന്ന് എത്തിക്കും. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ മുള്ളിത്താത്തയുടെ കാര്യം. മുള്ളിത്താത്ത അങ്ങനെ ഇപ്പം 2-3 ദിവസമായി നമ്മുടെ ഓസിൻ്റെ ചാനൽ അടച്ചു കളഞ്ഞല്ലോ. അപ്പം മുള്ളിത്താത്തയുടെ വിചാരം ചാനൽ പോയി, ഇനി ഇവർക്കെതിരെ ഒരു വീഡിയോ ഇട്ട് അപ്പോഴേ ചാനൽ പോകുന്ന രംഗമാണ്. അപ്പം ഇവരുടെ വിചാരം എന്താ, ഇനി ഓസ് ഒരു സത്യങ്ങളും വിളിച്ചു പറയത്തില്ല, ചാനൽ പോയല്ലോ. പൂർവാധികം ശക്തിയോടെ ഓസ് വരുന്നതായിരിക്കും. ഒന്ന് വെയിറ്റ് ചെയ്തോ കേട്ടോ. പിന്നെ ഒരു മനസാക്ഷിയുമില്ലാത്ത സ്ത്രീയാണെന്ന് നിങ്ങൾ വീണ്ടും തെളിയിച്ചു കഴിഞ്ഞു. നിങ്ങൾ നന്മയുടെ പര്യായമായിട്ടല്ലേ നിൽക്കുന്നത്, സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന വ്യക്തിയായിട്ടല്ലേ നിൽക്കുന്നത്. എന്നിട്ടല്ലേ നിങ്ങൾ ഓസിൻ്റെ ചാനൽ അടിച്ചു കളഞ്ഞത്. പക്ഷേ ഒരു ചാനൽ വളർത്തിക്കൊണ്ടുവരാൻ അതിലെന്തുമാത്രം കഷ്ടപ്പാടുണ്ട്. എത്ര വീഡിയോ, എത്രയോ കഷ്ടപ്പെട്ടിട്ട വീഡിയോസാണ് എല്ലാം നിങ്ങൾ നിങ്ങളുടെ വൈരാഗ്യത്തിൻ്റെ മേൽ ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ അടിച്ചു കളഞ്ഞ നിങ്ങളുടെ ക്രൂരമായ മൈൻഡ്. നിങ്ങൾ വലിയ തട്ടോട്ടിപ്പോയിരുന്ന് അഭിനയിക്കുന്നല്ലോ നിമിഷങ്ങൾ കൊണ്ട്. ഓരോ ദിവസം ഒരു ദിവസം ഹിന്ദു, പിന്നെ ക്രിസ്ത്യനായിട്ട് അവർ വരും, പിന്നെ മുസ്ലിമായിട്ട് വരും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്ക് സ്ത്രീയെ. നിങ്ങൾക്ക് എന്താ ഇങ്ങനെ? നിങ്ങൾ കാര്യം കാണാൻ വേണ്ടി ഏത് സൈഡും ചാടുകയും ചെയ്യും, ഏത് കഴുതയുടെ കാലും പിടിക്കും. അത് ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ കണ്ടതാണ്. ഓരോ സ്ഥലങ്ങളിൽ പോയി കരഞ്ഞ് കാല് പിടിച്ചയോ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇവർക്ക് ഈ പൈസ കൊടുത്ത് ഇപ്പോൾ ആളുകൾ വന്ന് പറയുന്നല്ലോ ഞങ്ങളെ എത്ര രൂപ പറ്റിച്ചു എന്നും. ഇതിൻ്റെ ഇടയിലൊരു സപ്പോർട്ടിന് ഒരാളുണ്ട്, അമ്മയാണ് പോയിട്ട് പറയുന്നത്, അയ്യോ ഭയങ്കര കഷ്ടതയാണ് കേട്ടോ, കുറച്ച് പൈസ കടം കൊടുക്കും, ഞാനാണ് ഇടയ്ക്ക് ഗ്യാരണ്ടിയായി നിൽക്കുന്നത്, നിങ്ങൾക്ക് തിരിച്ചു തരും എന്ന് പറഞ്ഞ് ഈ അമ്മയെന്ന് പറഞ്ഞ സാധനമാണ് ഇവരെ വഷളാക്കുന്നത്. ഇത്രയും പേരിൽ നിന്നും ഓരോന്ന് പറഞ്ഞ പൈസ, ഓസിൻ്റെ എന്നൊക്കെ 25,000-ന് മേലെ പൈസ വാങ്ങിച്ചിരിക്കുന്നത്. അവരോട് ഇങ്ങനെ പറഞ്ഞ് വളരെ കഷ്ടമാണ്, കാല് വയ്യാത്തല്ലേന്ന് ഒരു ഫോൾട്ടിനെ മുതലാക്കിയാണ് ചെയ്യുന്നത്. കാല് വയ്യ എന്ന് വെച്ചിട്ട് കാല് വയ്യാത്തവർ പ്രവൃത്തി ഇതാണോ? കാല് വയ്യെന്ന് വെച്ചാൽ അതിനെ യൂസ് ചെയ്യണം. അവരുടെ ഒരു പോരായ്മയെ ഇവർ യൂസ് ചെയ്യുകയാണ്, ആളുകൾ സിമ്പതിയുടെ മേൽ. എന്നിട്ട് എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് പിന്നെ നിങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞ് സിമ്പതിയിൽ. എന്നിട്ട് കാര്യം കണ്ടു കഴിയുമ്പോൾ ഈ രണാസുന കാണിക്കും പോലുള്ള നന്ദി കേട്. 1 രൂപ കൊടുത്താൽ അവനോട് നന്ദി എന്ന് പറയുന്നത് ഈ സ്ത്രീക്കില്ല. അതുമാത്രമല്ല ഇവർ തിരിഞ്ഞു കൊത്തിയിരിക്കും. ആര് നന്ദിയോടെ ഒരു പൈസ ഇവർക്ക് കൊടുക്കുന്നോ തിരിഞ്ഞു കൊത്തിയിരിക്കും. അത് 100% ഉറപ്പാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ്. പിന്നെ ഇവരുടെ വേറൊരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, നല്ല പിന്നെ ഇച്ചിരി അത്യാവശ്യം വ്യൂ ഉള്ള ചാനൽ നടത്തുന്ന ആളുകളെ സമീപിക്കും. മെസ്സേജ് ഇട്ട് സമീപിച്ച് സ്നേഹിച്ച് കൂടി ഇവർ വിളിച്ചു വരുത്തിയിട്ട് നമ്മളൊന്നും വിചാരിക്കത്തില്ല. ഇവരിങ്ങനെ ഇരുന്ന് ഇവർ നിമിഷങ്ങൾ കൊണ്ട് ലൈവ് അങ്ങ് ഓണാക്കും. ലൈവ് ഓണാക്കിയിട്ട് ഇവർ പല കള്ളത്തരങ്ങളും പല കള്ളത്തരങ്ങളും ഇരുന്ന് പറഞ്ഞിട്ട് നമ്മൾ പെട്ടില്ല. നമുക്ക് പിന്നെ മിണ്ടാൻ പറ്റുമോ? നമുക്ക് ഒന്നും പറ്റാത്ത അവസ്ഥയിൽ നമ്മളെ ആക്കി എല്ലാം എന്താണ് വേടൻ ഈ പിന്നെ ഇരയെ കൊടുക്കുന്ന ഒരു രംഗം ഉണ്ടല്ലോ, വല വിരിച്ച്, അതുപോലെ നമ്മളെ കുടുക്കി എൻ്റെ പൊന്നു. അങ്ങനെ അത് ഇടയ്ക്ക് തനൂജ പറയുണ്ടായി. ഇതേപോലെ തനൂജയെ എടുത്ത് സ്നേഹം അഭിനയിച്ച് വിളിച്ചു വരുത്തിയിട്ട് ഇതേപോലെ പെട്ടെന്ന് ലൈവ് ഓണാക്കി കളഞ്ഞ് തനൂജ പെട്ടുപോയിന്ന്. ഇതുപോലുള്ള അനുഭവം ഞങ്ങൾക്കുണ്ട്. പിന്നെ കിളിക്കൂട്, അവർക്കെല്ലാം ഇതേ അനുഭവമുണ്ട്. നിമിഷങ്ങളുമുണ്ട്.
ഇവർ പിന്നെ കള്ളങ്ങൾ മെനഞ്ഞു കൂട്ടിയാണ് ഇവർ വീഡിയോസ് ചെയ്യുന്നത്. പറയണത് മൊത്തം കള്ളത്തരങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. എന്നിട്ട് കുറേ കൂട്ടാളികളെ ഇട്ടിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ. ഇവർ വന്നിട്ട് താഴെ സപ്പോർട്ട് ജയ് വിളിക്കാൻ വേണ്ടിയിട്ട് കുറേ കൂട്ടുകാരെ ഇട്ടിട്ടുണ്ട് കമൻ്റ് ഇടാൻ. മനസ്സിലായി? അവരെ വെച്ചുകൊണ്ടുള്ള ഒരു ഗ്യാങ് അറ്റാക്കാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഇപ്പം ഒരു വർഷമാവും തോന്നുന്നു, ചക്കര ഈച്ചയും പോലെ സ്നേഹിച്ച് ഇരുന്ന ഷെറിൻ്റെ വീട്ടിലും ഇതുപോലെ 1.5 വർഷമാവും വീട്ടിൽ ഇതേ കണക്ക് പോയി ഒരു 2 ആഴ്ചയോ മറ്റോ നിന്ന് സകല ചിലവും ഷെറിനെ കൊണ്ട് നടത്തിക്കും. ഇവരുടെ ചിലവെന്ന് വെച്ചാൽ സാധാ നമ്മളെ പോലൊന്നും ഉള്ള ചിലവല്ല. എല്ലാം നടത്തി എല്ലാം അവിടെ നിന്ന് പോയതിന് ശേഷം ഷെറിനിട്ടും പാര വെച്ചു. ഷെറിന് എന്തോ ഫോൺ കംപ്ലൈൻ്റ് ആയ സമയത്തിന് ഷെറിൻ്റെ പേരിൽ ഗ്രൂപ്പിൽ പൈസ പിരിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ വ്യക്തികൾ. അതേപോലെ അദൂസിൻ്റെ മോൻ്റെ പേരിൽ ഇതുപോലെ പൈസ പിരിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ചെറിയൊരു ഈ ഷെറിൻ്റെ കേസിൽ ഒരു എമൗണ്ടും കൊടുത്തിട്ടില്ല, എന്തെങ്കിലും കൊടുത്തിട്ട് ബാക്കി പറ്റിക്കുക. ഇതൊക്കെയാണ് ഇവരുടെ ജീവിതമാർഗം. ഇവർക്ക് 2,46,000 എത്രയോ സബുണ്ട്. ഇവർക്ക് അത്യാവശ്യം വരുമാനം യൂട്യൂബിൽ നിന്നുണ്ട്. അത് കൂടാഞ്ഞിട്ടുള്ള തട്ടിപ്പ്, ഓൺലൈൻ തട്ടിപ്പ് ആണിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോ ഇട്ടതിൻ്റെ ഉദ്ദേശം, നിങ്ങൾ ചെന്ന് വെറുതെ അവരുടെ സ്നേഹ വലയത്തിൽ ചെന്ന് പെട്ടുകൊടുത്താൽ, അവരുടെ കണ്ണീര് കണ്ട് പൈസ കൊടുത്താൽ നിങ്ങളുടെ ആ പൈസ പോയെന്ന് കരുതിയാൽ മതി. അപ്പം സൂക്ഷിച്ച് നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. കൂടെ നിൽക്കുന്നവർ ഇനിയും പൈസ കൊടുത്താൽ നിങ്ങളുടെ പൈസകൾ പൊക്കോണ്ടിരിക്കും. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഓക്കെ, താങ്ക് യു.